ഓക്കെ, അപ്പോൾ പ്ലാൻ എ, ഓപ്പറേഷൻ ഉത്തമയായ ഭാര്യ സ്റ്റാർട്ട്സ് നൗ. കൃതി കേട്ട അർജുനെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മുറിയിലേക്ക് പോകുന്നു, മുറിയുടെ വാതിൽ തട്ടുന്നു, അവർ മുറി തുറക്കുന്നു. എന്നിട്ട് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എന്തിനാ ഇത്ര ഓവറായെന്ന്. അപ്പോൾ നിങ്ങൾ മുണ്ടും മടക്കി കുത്തിച്ചാടി ഒരു ഒറ്റയടി. പോട അവിടെ നിന്ന് അവൾ എന്നെ തിരിച്ചടിക്കും. അടിക്കരുത്, അവര് നിങ്ങളെ അടിക്കാൻ പാടില്ല. അവിടെയാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത്. അതെങ്ങനെയാ നവിയേട്ടാ? അതെങ്ങനെയാന്ന് വെച്ചാ അടി കിട്ടിയ ഷോക്കിൽ എന്തായാലും അവർ നിന്ന് കരയും. ആ സമയത്ത് നിങ്ങൾ അവരെ ദേഷ്യത്തിൽ പൊക്കി എടുത്തുകൊണ്ട് പോയി അവരെ കീഴ്പ്പെടുത്തണം. ഒന്ന് പോടാ അവിടെ നിന്ന്. ഞാൻ എന്റെ നേഹുവിനെ കരയിപ്പിക്കില്ല. അവള് കരഞ്ഞാൽ ഞാനും കരയും. ഓ, ഒന്ന് മിണ്ടാതിരിക്കും കൃതി കേട്ടാ. എനിക്ക് എന്തായാലും ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ ഈ പ്ലാൻ വെച്ചൊരു കളിക്കും. വരണേ, നീ ആണടാ ആൺകുട്ടി, ഐ മീൻ മീശയില്ലാത്ത പുരുഷൻ. മതി എന്നെ പുകഴ്ത്തിയത്. ബാക്കി പറ. നിങ്ങൾ അവരെ ദേഷ്യത്തിൽ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തണം. എന്നിട്ട് നിങ്ങൾ അവരുടെ പുറത്ത് കയറി കിടക്കണം. എന്നിട്ട് 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 ഓ പറയടാ പുല്ലി. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? എന്നിട്ട് നിങ്ങൾ അവരെ ബലമായി അറ്റാക്ക് ചെയ്യണം. എടാ നവി, നിനക്ക് നമ്മുടെ പെങ്ങന്മാരുടെ സ്വഭാവം അറിയാലോ. അതറിഞ്ഞു വെച്ചിട്ടാണ് നീ ഇത് പറയുന്നത്. യവന്മാരെ അറ്റാക്ക് ചെയ്യുന്ന മുതലാ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം അവരൊന്ന് പറയാൻ. എന്നാ പിന്നെ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലാൻ പറയാം. നിങ്ങൾ അവരെ അങ്ങ് പീഡിപ്പിക്കും. പട്ടി, സ്വന്തം ഭാര്യ ആരെങ്കിലും പീഡിപ്പിക്കോടാ? ഓ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. പേടിപ്പിക്കണമെന്നാ. അതെ, പേടിപ്പിച്ച് നിങ്ങൾ അവരെ കരയിപ്പിക്കണം. എന്നിട്ട് പറയണം അയ്യോ ഏട്ടാ എന്നെ വിടൂ, ഏട്ടാ എന്നെ വിടൂന്ന്. പക്ഷേ ആ വാക്കുകളിൽ നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ഒരു ദാക്ഷിണ്യം പോലും അവരുടെ മുന്നിൽ കാണിക്കാൻ പാടില്ല. അതെ. എന്നിട്ട് അവർ പറയണം ഏട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിങ്ങൾ പറയുന്ന എന്തും കേൾക്കാമെന്ന്. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കണം. ആഹാ, നല്ല അടിപൊളി പ്ലാന്. ലാസ്റ്റ് നിങ്ങൾ നിലവിളിക്കാതെ നോക്കിയാൽ മതി. ഓ എന്റെ പൊന്ന് കാർത്തി, നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ. നവി, എന്നാ ഞങ്ങൾ യുദ്ധത്തിനായി പോവുകയാണ് ഗുരു. ശരി ശിഷ്യ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ദാക്ഷിണ്യം കാണിക്കരുത്. ഇന്നത്തെ യുദ്ധത്തിന്റെ പ്രതിഫലം 10 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കാണണം. കണ്ടിരിക്കും ഗുരു. ഈ കിരണ പറയുന്നേ. സേനാപതി നിതിനേട്ടാ, ഞാൻ പോയി വരാം. ആയുഷ്മാൻ ഭവതു, പോയി ജയിച്ചു വാ. ഈ അംഗക്കളത്തിൽ നമുക്ക് വിജയം മാത്രമായിരിക്കണം. പോയിട്ട് വരാം പടപൊരുതാൻ. അതെ, പോയിട്ട് വരാം. ഫൈറ്റിംഗ്. കുക്കു, ഓപ്പൺ ദ ഡോർ കുക്കു. എവിടെയായിരുന്നു മനുഷ്യ ഇതുവരെ നിങ്ങള്? നീ ആരടുത്തും പറയല്ലേ, ഞാൻ പ്ലാൻ ഉണ്ടാക്കാൻ പോയതാ. എന്ത് പ്ലാൻ? അതോ, ഭാര്യമാർക്ക് നമ്മളെ ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ അവർക്ക് ബഹുമാനം കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാൻ ഇടാൻ പോയതാ. എന്നിട്ട് എന്ത് പ്ലാനായിട്ടാ കിരണേട്ടാ? ഓ, പ്ലാൻ ആണെങ്കിൽ അയ്യോ ഞാൻ മറന്നുപോയി എന്താ പ്ലാൻ എന്ന്. നിക്കേ, ഞാൻ അവിയേട്ടനോടും നിതിനേട്ടനോടും ചോദിച്ചിട്ട് വരാവേ. നീ വെയിറ്റ് ചെയ്യേ. നിങ്ങളുടെ ഒരു കാലിന് ഈ റൂമിന് പുറത്തേക്ക് പോയാ നിങ്ങളുടെ 2 കാലും ഞാൻ വെട്ടും. പറ മനുഷ്യ, എത്ര ബോട്ടിലകത്താക്കി? ഞാൻ ഒരു ബോട്ടിലൊന്നും അകത്താക്കിയില്ല. ഞാൻ 2 വിസ്കിയും 1 ബിയറും പിന്നെ 1 വോഡ്കയെ കുഴിച്ചോളൂ. ഓ, അപ്പൊ നല്ല ഫിറ്റാണ് ആള്. ആ ഫിറ്റിലാണ് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ? ഗുക്കു, എന്നെ വഴക്ക് പറയില്ലേടി. എനിക്ക് ഒരു കാര്യം പറയാളൂ. നാളെ മുതൽ നീ എൻ്റെ ഉത്തമയായ ഭാര്യ ആയിരിക്കണം. ആവോ നീ ഇങ്ങോട്ടൊന്ന് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മനുഷ്യ കാണിക്കുന്നേ? എന്നെ നിലത്ത് വെച്ചേ. ഇല്ല കുക്കു, ഞാൻ നിന്നെ താഴെ വെക്കില്ല. എന്താണെന്നറിയോ, നവീനേട്ടൻ പറഞ്ഞു നിന്നെ പൊക്കിയെടുത്ത് നിന്നെ കീഴ്പ്പെടുത്താൻ. അതുകൊണ്ട് ഞാൻ നിന്നെ കീഴ്പ്പെടുത്താൻ പോവാ. ഓ, കള്ളും കുടിച്ചും ബോധമില്ലാതെ വന്ന് പിച്ചും പേയും പറയാം. അങ്ങോട്ട് ഇറക്കി വെക്കും മനുഷ്യ എന്നെ. മിസ് കൃതിക കിരൺ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റഡ് മൈ പ്ലാൻ, ഓക്കെ? കള്ളം മനുഷ്യ, താഴെ ഇറക്കടാ എന്നെ. വൈ കുക്കു, ഞാൻ നിന്റെ ഭർത്താവല്ലേടി. ഓ, ഭർത്താവാണ് പോലും ഭർത്താവ്. അതേ മനുഷ്യ, നിങ്ങൾ മര്യാദയ്ക്ക് താഴെ കിടന്നോണം കേട്ടല്ലോ. അയ്യോ, ഞാൻ താഴെ കിടന്നാ ഞാൻ എങ്ങനെയാ നിന്നെ കീഴ്പ്പെടുത്താ? ഓ, കീഴ്പ്പെടുത്താൻ വന്നേക്കുന്നു. മര്യാദയ്ക്ക് അവിടെ എങ്ങനെയും കിടന്നോണം കേട്ടല്ലോ. എന്നെ അറിയാലോ നിങ്ങൾക്ക്. അയ്യോ, നിതിനേട്ടന്റെ പ്ലാൻ വർക്കൗട്ട് ആയില്ലല്ലോ. ഇവളെന്നെ സമ്മതിക്കുന്നുമില്ല. നീ പൊടി ദ്രോഹി. നേഹുമോളെ വാതില് തുറക്കടി. മോളുടെ കൃതി കേട്ടനാ വന്നേ. ഓ, വന്നോ? എവിടെയായിരുന്നു മനുഷ്യ നിങ്ങൾ ഇത്ര നേരം? നേഹുമോളെ, അല്ലല്ല
അവന്മാർ റൂഡായിട്ടല്ലേ പെരുമാറാൻ പറഞ്ഞേ, ഞാനെന്തിനാ സോഫ്റ്റായിട്ട് പെരുമാറുന്നേ? കൃതിയെ തുടങ്ങിക്കോടാ. എടി നേഹേ. ഓ അല്ല, ഞാനിപ്പോ എന്താ ചെയ്യാ? ആ എന്തിലാവട്ടെ. എടി നേഹേ, വാ നമുക്ക് റൈഡിന് പോവാം. റൈഡിനോ? ഈ നട്ടപ്പാതിരക്കോ? എന്താ മനുഷ്യ നിങ്ങൾക്ക് പറ്റിയേ? എനിക്ക് എന്ത് പറ്റിയതെന്നാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? നീ എൻ്റെ ആ മെഴ്സിഡസ് ബെൻസ് ഇങ്ങോട്ട് എടുത്തേ. ബെൻസോ? ഏത് ബെൻസ്? ഞാൻ ആ ഷോർട്ട് കേസിൽ വെച്ചിരിക്കുന്ന എന്റെ ബെൻസ് എടുക്കാനാ പറഞ്ഞേ. ഏത്? ആ കളിപ്പാട്ട കാറോ? കളിപ്പാട്ടവോ? ഞാനത് സർവീസിന് കൊടുത്തിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുവാ. സത്യം പറ മനുഷ്യ, നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടല്ലേ വന്ന് നിന്ന് ആടുന്നേ? ഞാൻ ആടുന്നൊന്നുമില്ല. നീ പെട്ടെന്ന് ആ ബെൻസ് എടുത്തേ. എനിക്ക് നിന്നെയും കൊണ്ട് നാളെ കുളു മനാലിയിൽ പോവാനുള്ളതാ. ഓ അങ്ങേരെ ഒരു കുളു മണാലി. ഡാ പന്ന മനുഷ്യ, നിങ്ങൾക്കൊരു സൈക്കിളെങ്കിലും നേരെ ചൊവ്വേ ഓട്ടിക്കാൻ അറിയാവോ? ആര് പറഞ്ഞു എനിക്ക് സൈക്കിൾ ഓട്ടിക്ക് അറിഞ്ഞൂടാന്ന്? എനിക്ക് അതിന്റെ ലൈസൻസ് ആദ്യം കിട്ടിയത്. നീ ആ പാർക്ക് ചെയ്തിരിക്കുന്ന സൈക്കിൾ എടുത്തോണ്ടോന്നേ, ഞാൻ കാണിച്ചു തരാം. ഓ എനിക്കൊന്നും വൈ എടുത്തോണ്ടരാ. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്ക്, ഞാൻ പോവാ. ഓഹോ അത്രയ്ക്കല്ലേ? നിനക്കറിയില്ലേ ഈ കൃതിക്ക് ആരാന്ന്? ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഡീ നേഹേ, ഇങ്ങോട്ട് വാടി. നീ വന്ന് നോക്കടി. നീ അല്ലേ പറഞ്ഞു എനിക്ക് ലൈസൻസ് ഇല്ലെന്ന്? നോക്കടി സൈക്കിള് ഞാൻ ചവിട്ടുന്നത്. ഇങ്ങോട്ട് വാടി ഇറങ്ങി. നീ എവിടെയടി പോയേ? നീ എൻ്റെ നിന്റെ ആ ഡ്രസ്സ് എല്ലാം എടുത്തോണ്ട് വന്നേ. വാ നമുക്ക് ഇന്ന് ട്രിപ്പ് പോവാം. കുടിച്ച് ബോധമില്ലാതെ ഓരോന്നൊന്ന് കാണിച്ചിട്ട് നാളെ രാവിലെ ഇതിനുള്ള എല്ലാം ഞാൻ തരാം കേട്ടോ. നിങ്ങൾ നോക്കിയിരുന്നു. ഇന്ന് ഈ കലിപ്പൻ വരുൺ ആരാണെന്ന് വേദ അറിയും. എടി വേദേ, വാതില് തുറക്കടി. വാതില് തുറക്കാനാ പറഞ്ഞ, തുറക്കടി വാതില്. അതിനിങ്ങനെ കിടന്ന് കാറുന്ന എന്തിനാ? ഞാൻ വാതില് തുറക്കുമല്ലോ. എടി നിന്നോടാടി പറഞ്ഞ വാതില് തുറക്കാൻ. വാതില് തുറക്കാൻ പറഞ്ഞ വാതില് തുറന്നോണം. തുറക്കടി വാതില്. നിന്നോടാടി പറഞ്ഞ വാതില് തുറക്കാൻ. തുറക്കടി. ഓ നിങ്ങേര് നല്ല ഫിറ്റ് ആണല്ലോ. എന്താ മനസ്സിലാ, ഞാൻ വാതിൽ തുറന്ന് നിങ്ങൾ കണ്ടില്ലേ? അതെ, കുടിച്ചാലേ അത് വയറ്റി കിടക്കണം, അല്ലാതെ ഇങ്ങോട്ടേക്ക് എടുക്കല്ലേ കേട്ടല്ലോ. ഓഹോ, നീ എന്റെ അടുത്ത് കയർത്ത് സംസാരിക്കാനായോടി? അതെ, മര്യാദയ്ക്ക് വന്ന് കിടക്കാൻ നോക്ക്. പറ്റില്ല, എനിക്ക് നിന്നെ ഒത്തുമുപ്പിക്കണം. അതുകൊണ്ട് എനിക്ക് നിന്നെ അടിക്കണം. ഇങ്ങേരിത് വെളിവില്ലാതെ എന്തോന്നാണോ എന്തോ പറയുന്നേ. എനിക്ക് നിന്നെ അടിക്കണമെന്നാ പറഞ്ഞ. പിടിയടി വേദ, പിടിയടി. ഞാൻ പോണു. ഓ നീയൊക്കെ ഒരു ഭാര്യയാണോടി? ഓ എന്റെ പൊന്ന് പറഞ്ഞേട്ടാ, നിങ്ങൾ അവിടെ കിടന്ന് തുള്ളി കളിക്കാതെ ഇങ്ങോട്ട് കയറി വാ മനുഷ്യ. വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദേ, നീ അവിടെ മിണ്ടാതിരുന്നോണം. സ്വന്തം ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കില്ല. പിടിച്ചങ്ങ് ഉമ്മ വെച്ച് കൊന്നു കളയും. എന്നിട്ട് നീ അവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ നിലവിളിക്കണം. അയ്യോ വരണേട്ടാ, എൻ്റെ ചാരിത്രം നഷ്ടപ്പെടുത്തരുതെന്ന്. അത് കേട്ട് ഇവിടുത്തെ കാട്ടുകോഴികളെല്ലാം കൂവണം. എന്നിട്ട് ആ കാട്ടുകോഴീനെ പിടിച്ച് എനിക്ക് കറി വെച്ച് തിന്നണം. ഓ നിന്ന് പിച്ചും പേയും പറയാതെ ഇങ്ങോട്ട് കയറി വാ മനുഷ്യ. അത് പറയാ നീ ആരടി പന്നിക്കുട്ടി? പന്നിക്കുട്ടിയോ? നീ പോടാ കാട്ടുകോഴി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ മനുഷ്യ? ഓ ഇപ്പം ബോധമില്ലല്ലോ. നാളെ രാവിലെ നിങ്ങൾക്ക് ബോധം വരുമല്ലോ. ഈ വേദ ആരാന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എടി കാവ്യേ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടി. ഓ കുടിച്ച് ബോധമില്ലാതെ 4 കാലം വന്നിട്ട് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താ മനുഷ്യ നിങ്ങൾക്ക്? എന്തിനാടി നീ നോക്കി പഠിപ്പിക്കുന്നേ? നിങ്ങൾ വീണ്ടും കുടിച്ചല്ലേ മനുഷ്യ? അതെ, ഞാൻ കുടിച്ചു. എന്തേ, നിനക്കെന്നെ തല്ലണോ? തല്ലണോടി നിനക്കെന്നെ? തല്ലണോടി? ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നൊന്ന് തല്ലി നോക്കടി. നിങ്ങൾക്ക് ഞാൻ അടിക്കണം അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ, ഞാനിതാ ഗൊറില്ല എക്സ്പ്രസിൽ കയറി പോണേ. ആരെയും വന്ന് രക്ഷിക്ക്. ശരിക്കും ഇപ്പൊ ഇവിടെ എന്താ നടന്നേ? ഞാനാരാ? അല്ല, നിങ്ങളൊക്കെ ആരാ? അപ്പൊ ശരി. നേരം വെളുത്തോ? എന്തൊരു തലവേദനയാ മോളെ. വേദേ ചേട്ടന് ഒരു കപ്പ് ടീ. ഓ ഇവളിത് എവിടെ പോയി? എടി ഇവളെന്താ ഇങ്ങനെ നിക്കുന്നേ? വേദ, ഞാൻ നിന്റെ അടുത്താ പറഞ്ഞത്, എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാ. അതെ, എനിക്ക് അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക, നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഒരു മിനിറ്റ്, നിന്റെ കവളെന്താ ചുവന്നിരിക്കുന്നേ? ഓ അപ്പൊ ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല അല്ലേ നിങ്ങൾക്ക്? ഇന്നലെ കള്ളം കുടിച്ച് 4 കാലിൽ വന്നിട്ട് എനിക്ക് തന്ന സമ്മാനമായി കാണുന്നേ. ഞാൻ ഇന്നലെ അയ്യോ, ഞാൻ എന്റെ വേദസിനെ അടിച്ചു.
എടി സോറി എടി, അറിയാതെ പറ്റിയതാ. സോറിയോ? എവിടത്തെ സോറി? എനിക്ക് നിങ്ങളുടെ സോറി ഒന്നും വേണ്ട. അയ്യോ എടി അങ്ങനെ ഒന്നും പറയല്ലേ എടി ഭാര്യ, നീ ഒന്ന് ക്ഷമിക്കടി, ഒന്ന് ക്ഷമിച്ചൊന്ന് പറയടി പ്ലീസ് ഡി. ഞാൻ ക്ഷമിക്കാനൊന്നും പോണില്ല, അതുപോലെ തന്നെ ഞാനൊന്നും ക്ഷമിക്കാൻ ഉദ്ദേശിക്കണമില്ല. നിങ്ങൾ അങ്ങോട്ട് മാറി, എനിക്ക് പോകണം. നീ ഒരിടത്തും പോണില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അതെ സോറി ഭാര്യ, ഇന്നലെ അറിയാതെ പറ്റിയതല്ലേടി, നിന്റെ വരണേട്ടനല്ലേടി, ഒന്ന് ക്ഷമിക്കടി പ്ലീസ് ഡി. നിങ്ങൾ ഓഫീസിൽ പോവാൻ നോക്കി, മാറി നിൽക്കാൻ അങ്ങോട്ട്, എനിക്ക് പോകണം. ഇല്ല ഞാൻ പോവൂല. ഡോർ അടക്കില്ലേ എന്റെ ഭാര്യ. മനുഷ്യ മര്യാദയ്ക്ക് പോവാൻ നോക്കിയേ. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ. എടി വേദേ ഒന്ന് ക്ഷമിക്കടി, സോറി എടി, നിന്റെ പറഞ്ഞിട്ടല്ലേടി പറയണേ, ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ലടി പ്ലീസ് ഡി, ഒന്ന് ക്ഷമിക്കടി. മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് വിട്. ഇല്ല സോറി എടി വേദേ, എന്നോടൊന്ന് ക്ഷമിക്കടി. ഒന്നുമില്ലെങ്കിലും ഈ കോഴിക്കുഞ്ഞിന്റെ പൂച്ചക്കുട്ടിയല്ലേടി നീ. ഓക്കെ ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്നും കാണിക്കാതെ കേട്ടോ. ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഓക്കെ. അതാണ് എന്റെ വൈഫ്. വിക്ടറെ, ഇന്നത്തെ ഇന്റർവ്യൂയുടെ കാര്യം എന്തായി? എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തോ? ചെയ്തു സാർ, എല്ലാം ഓക്കെയാണ്. ഗുഡ്. പിന്നെ ഇന്റർവ്യൂന്ന് വരുന്ന ജോബ് സീക്കേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ലീഗൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് താൻ വേണം ചെക്ക് ചെയ്യാൻ. അത് ലീഗൽ ആണെങ്കിൽ മാത്രമേ അവരെ ഇന്റർവ്യൂ റൂമിലോട്ട് കയറ്റി വിടാൻ പാടുള്ളൂ, കേട്ടല്ലോ? ഓക്കെ സാർ, ഞാനത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, എങ്കിൽ താൻ പോയി ആ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. പിന്നെ പോകുമ്പോഴത്തേക്കും വരുണിനെയും അർജുനെയും കിരണിനെയും ഒന്ന് ക്യാബിനിലോട്ട് വരാൻ പറയണം. ഓക്കെ സാർ, ഞാൻ പറയാം. കൃതികേട്ടാ, എന്തിനാ വിളിച്ച്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല അർജുനെ, ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ സെക്ഷന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇന്നത്തെ ഇന്റർവ്യൂ സെക്ഷൻ നിങ്ങൾ 3 പേര് വേണം ലീഡ് ചെയ്യാൻ. പിന്നെ വരുന്ന ജോബ് സീക്കേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ എല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്യണം, കേട്ടല്ലോ? കൃതികേട്ടാ, അത് നമ്മൾ നോക്കിക്കോളാം കൃതികേട്ടാ, അതിനെപ്പറ്റി ടെൻഷനൊന്നും വേണ്ട. അല്ല കൃതികേട്ടാ, എത്ര പേരെയാ അപ്പോയിന്റ് ചെയ്യേണ്ടേ? നമുക്കൊരു 4 പേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത്. എന്തിനാണെന്നറിയാലോ, ഇപ്പം എടുത്ത് നമ്മൾ പ്രോജക്റ്റിൻ്റെ ഫയൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നല്ല എബിലിറ്റി ഉള്ള 4 പേരെ വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ. അല്ല കൃതികേട്ടാ, എനിക്കൊരു ഡൗട്ട്. ഈ ഫയൽ ചെയ്തിട്ട് ഫയലിൻ്റെ വെരിഫിക്കേഷനൊക്കെ ആരാ ചെയ്യേണ്ടേ? അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ടവരാണ്. ഫസ്റ്റ് വെരിഫിക്കേഷൻ നമ്മുടെ ഭാര്യമാരും, ഫൈനൽ വെരിഫിക്കേഷൻ ഞാനും നിങ്ങളും ആയിരിക്കും ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഈ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒരിക്കലും ന്യൂ എംപ്ലോയീസിൻ്റെ കയ്യിൽ എത്താൻ പാടില്ല. ഓക്കെ കൃതികേട്ടാ, ഞങ്ങളത് ശ്രദ്ധിച്ചോളാം. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 4 പേരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ അയക്കാം. ചേട്ടനതൊന്ന് വെരിഫിക്കേഷൻ ചെയ്ത് അപ്രൂവൽ ആക്കിയിട്ട് അവരുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഞങ്ങളുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്തേക്ക്. വരുണേ, അതിൽ ചെറിയൊരു തിരുത്തുണ്ടേ. വേറൊന്നുമല്ല, അപ്പോയിൻമെൻറ്റ് ഓർഡർ ഞാൻ ഇന്ന് തന്നെ തയ്യാറാക്കാം. കാരണം ഇന്ന് വരുന്ന 4 എംപ്ലോയീസിനെ, അതായത് 4 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യുമല്ലോ, ആ 4 പേരെയും ഇന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറയണം. അല്ല കൃതികേട്ടാ, ഇപ്പോൾ വരുന്ന എംപ്ലോയീസ് പെർമനൻ്റ് ആയിട്ടാണോ അതോ ടെമ്പററി ആയിട്ടാണോ ജോയിൻ ചെയ്യുന്നത്? അർജുനെ, നമ്മൾ ടെമ്പററി ആയിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കാരണം നിനക്കറിയാമല്ലോ, നമ്മൾ പ്രോജക്റ്റ് കോൺട്രാക്ട് ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്ട് ബേസിൽ ചെയ്യുമ്പോൾ അവരെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. നല്ല പെർഫോമൻസ് ആണെങ്കിൽ അവർ പെർമനൻ്റ് ആക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ ശരി കൃതികേട്ടാ, ഞങ്ങളെന്നാൽ ഇറങ്ങുവാണേ, ഇൻ്റർവ്യൂവിന് സമയമായി. പിന്നെ 4 പേരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ അയക്കാം കേട്ടോ. ഓക്കെ, എന്നാൽ പോയിട്ട് വാ. അതെ വിക്ടറേട്ടാ, ഇന്നത്തെ ഇന്റർവ്യൂ പാസ്സായ 4 പേര് അവിടെ ഇരിപ്പുണ്ടേ, അവരൊന്ന് ക്യാബിനിലേക്ക് എത്തിച്ചേക്കണേ. ഞാൻ എത്തിക്കാം. നിങ്ങളാണല്ലേ 4 പേര്? കൺഗ്രാറ്റുലേഷൻസ് ഓൾ ഓഫ് യു. ആൻഡ് നിങ്ങളുടെ അപ്പോയിൻമെന്റ് ലെറ്റർ. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ പ്രോജക്റ്റ് കോൺട്രാക്ട് ബേസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തു തന്നാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ കമ്പനിയെക്കുറിച്ച് അറിയാമല്ലോ, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയറോ എന്തെങ്കിലും ഒരു കറപ്ഷനോ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അപ്പം തന്നെ നമ്മൾ അതിനെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടും അറിഞ്ഞും വേണം നിങ്ങൾ ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഞങ്ങൾ ഇന്ന് തന്നെ തരും. നിങ്ങൾ ഇന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്തോണം, കേട്ടല്ലോ? പിന്നെ ഒരു കാര്യം, ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരുമ്പോൾ ഈ രജിസ്റ്ററിലൊന്ന് സൈൻ ചെയ്യണം, കേട്ടല്ലോ? അപ്പോൾ ഓക്കെ, ഫസ്റ്റ് മിസ്റ്റർ ഋഷി. Thank you, sir. All the best. Next, Mr. Jerry.
Lamborghini go vroom, 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 vroom. When we fuck, you know it's a shutdown. 단판 내리고 문장 거 shutdown. Whip it, whip it, whip it, whip it. Whip it, whip it, whip it, whip it. It's black and it's pink once the sundown. You pull up, you know it's a shutdown. 단판 내리고 문장 거 shutdown. Whip it, whip it, whip it, whip it. താങ്ക് യു സർ. ഇവിടെ ഒന്ന് സൈൻ ചെയ്തേക്ക് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് മിസ്റ്റർ ഡാനിയൽ. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് നെക്സ്റ്റ് മിസ്റ്റർ ജിജോ. I bring the pain like Ra-ta-ta-ta, 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 ra-ta-ta-ta. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ വർക്ക്. ആൻഡ് വിക്ടർ എവിടെ ക്യാബിൻ ഒന്ന് കാണിച്ചു കൊടുക്കേ. അങ്ങനെ നമുക്കും ജോലിയായി. ഇന്നു മുതൽ നമ്മൾ ഈ ബാങ്ക്ടൺ എന്റർപ്രൈസിന്റെ എംപ്ലോയീസ് ആണ്. അതെ അതെ, എത്ര നാളത്തെ കാത്തിരിപ്പാന്ന് അറിയത്. ഡാ ഡാ, ദേ അങ്ങോട്ട് നോക്കിയേ. ആ വരുന്ന 4 പേരും കൊള്ളാം അല്ലേടാ. ആര്? ദേ നോക്ക്, അങ്ങോട്ടേക്ക് നോക്കടാ. വേദ, ഇന്നലെ നീ കുടുംബം വിളിക്കേണ്ട എപ്പിസോഡ് കണ്ടോടി? ഇല്ലടി, ഇന്നലെ വരുണേട്ട ഫിറ്റായിട്ട് വന്നോണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആണോടി? അല്ലെങ്കിൽ ശിവ അഞ്ജലിയെ സ്നേഹിക്കണ പോലെ നമ്മളെ ആരും സ്നേഹിക്കില്ല. ആ അത് ശരിയാ. ഇന്നലെ ചന്ദനമഴയിലെ അർജുൻ അമൃതയ്ക്ക് എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുത്തത്. ഇനി നമ്മുടെ ദീപ്തി IPS ആയാലേ നമ്മുടെ ഭർത്താക്കന്മാരെ നമുക്ക് തളയ്ക്കാൻ പറ്റുള്ളൂ. ഓ, അല്ലെങ്കിലും ഈ സൂരജിനെ പോലുള്ള കിഴങ്ങന്മാർക്ക് എവിടെന്നാ ദീപ്തി IPS ചേരുന്നേ? ആ പത്മാവതി അമ്മയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ അത് ശരിയാ, അത് ഞാനും ശ്രദ്ധിച്ചു. ഇനി ആ പത്മാവതിയെ തിളക്കാൻ ലോകത്തെ ചന്ദനമഴയിലെ മായാവതിക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അവളെ ഒന്ന് അറക്കണം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മൗനരാഗത്തിലെ അച്ഛനെയും അമ്മച്ചീനെയും വിളിക്കാം. അതാകുമ്പോ രണ്ടും കിളിപോയ കേസ് തന്നെയല്ലോ, കുഴപ്പമില്ല, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിന്നോളൂ. 4 എണ്ണവും കൊള്ളാലോ. ആ, ഇവിടെ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആകെപ്പാടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൽ കൂടെ ഒരെണ്ണം കൂടെ ആഡായോ? എന്താടായി? വേറെ എന്ത്? ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ആ നിൽക്കുന്ന 4 ബേബി ഗേൾസിനെ ഞാൻ കൊണ്ടുപോകും. എന്തിനാടാ? വളർത്താനാണോ അതോ കൊല്ലാനാണോ? രണ്ടിനുമല്ല, എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ. നീ എന്ത് വേണേലും ചെയ്തു, പക്ഷെ ഒരു കാര്യം, ദേ ആ നിൽക്കുന്ന ഹോട്ട് കിറ്റിനെ എനിക്ക് വേണം, ഈ ജെറിക്ക് മാത്രം. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ ജിജോ, ഞാൻ ആ ക്യൂട്ടി അങ്ങ് എടുക്കുക. അവളുടെ ആ സ്ട്രോബെറി ലിപ്സ് എനിക്ക് വയ്യ. ഓ, നിങ്ങളെല്ലാം എടുത്ത സ്ഥിതിക്ക് ഞാനും എടുക്കുക. ദേ ആ ഹോട്ട് ബണ്ണീനെ. ഐ തിങ്ക് ഷീസ് പെർഫെക്റ്റ് ഫോർ മീ. ഓ, എന്നാ പിന്നെ ആ ബ്യൂട്ടി പ്രിൻസസിനെ ഞാനിങ്ങ് എടുക്കുക. അല്ലടാ, എവരിനി മാരീഡ് ആയിരിക്കോ? ഏയ്, മാരീഡൊന്നും ആയിരിക്കില്ലടാ, നല്ല യങ്ങല്ലേ. പിന്നെ മാരീഡ് അതിൻ്റെ സിമ്പിൾസ് ഒന്നും കാണുന്നുമില്ലല്ലോ. നമുക്കത് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാടാ. പക്ഷെ അതിനു മുമ്പ് ആദ്യം നമുക്ക് അവരോട് നല്ല കമ്പനി ആവണം, എങ്കിലേ എന്തേലും ചോദിക്കാൻ പറ്റും. എന്നാ പിന്നെ വാ, നമുക്കൊന്ന് അടുത്ത് പോയി സംസാരിച്ചിട്ട് വരാം. വേദേ, നീ രാവിലെ കൃതികേട്ടൻ പറഞ്ഞ ഫയൽസ് എല്ലാം അറേഞ്ച് ചെയ്തായിരുന്നോ? ഓ, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇനി അതിന്റെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി. അത് കുക്കുവാ തയ്യാറാക്കുന്നേ. ഞാൻ ആ റിപ്പോർട്ട് തയ്യാറാക്കി കഴിയാറായി. ഇനി ഒരു 1/2 hour കൂടെ കിട്ടിയാൽ അത് ഫുൾ കംപ്ലീറ്റ് ആവും.
ആ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് വേണം അവരുടെ പ്ലാൻ അനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ. ഹായ്, ഗുഡ് മോർണിംഗ്. ആ ഹായ്, നിങ്ങളൊക്കെ ആരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളിന്നിവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. എൻ്റെ പേര് ഋഷി, ആൻഡ് ഇത് ഡാനിയൽ, ഇത് ജെറി, ആൻഡ് ഇത് ജിജോ. ഓ, പുതിയ എംപ്ലോയീസ് ആണല്ലേ. നൈസ് ടു മീറ്റ് യു ആൻഡ് വെൽക്കം ടു അവർ കമ്പനി. ആ താങ്ക്സ്. അല്ല, എന്താ നിങ്ങളുടെയൊക്കെ പേര്? അയ്യോ സോറി, ഞങ്ങൾ പറയാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ പേര് നേഹ. നേഹ മൈ നെയിം ഈസ് നേഹ. ഓ, നേഹ, നൈസ് നെയിം. ഐ എം കാവ്യ. കാവ്യ, യു ലുക്ക് ലൈക്ക് ബണ്ണി. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട്സ് യുവർ നെയിം കിറ്റി? ഓ സോറി, ഐ എം വേദ. വേദ, കൊള്ളാലോ പേര്. ഞാൻ കിറ്റിയെന്ന് വിളിക്കാം. യു ഹാവ് എനി പ്രോബ്ലം? ഏ നോ, താൻ അങ്ങനെ വിളിച്ചോളൂ, കുഴപ്പമില്ല. ആൻഡ് മൈ നെയിം ഈസ് കൃതിക. കൃതിക, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. യു ആർ റിയലി ക്യൂട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലോ? ഓ അതിനെന്താ, ഷുവർ. ഓക്കെ. അല്ല, നിങ്ങൾ എത്ര വർഷമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു? ഞങ്ങളൊരു 2 years ആയി ഇവിടെ ജോലി ചെയ്യുന്നു. ഓ, 2 വർഷമായല്ലേ. അല്ല, നിങ്ങൾ മാരീഡ് ആണോ? ഏ അല്ല, ഞങ്ങൾ മാരീഡ് അല്ല. അല്ല, നിങ്ങളെന്താ മാരീഡ് ആണോ എന്ന് ചോദിച്ചേ? അതൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ചോദിച്ചതാ. അല്ല, നിങ്ങൾ 4 പേരും ഒന്നിച്ചാണോ വർക്ക് ചെയ്യുന്നേ? ആ ഞങ്ങളൊക്കെ ഒരേ ക്യാബിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 4 പേരും ഒരിടത്താ. അങ്ങനെയാണോ? എന്നാ ശരി, ഞങ്ങള് ക്യാൻറ്റീനിൽ പോവാം. നിങ്ങൾ വരുന്നുണ്ടോ? ഏ ഇല്ല, ഞങ്ങൾ 4 പേരും ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളൂ. ശരി, എന്നാ ബൈ. ബൈ. നേഹ, നീ എന്തിനാ അവരുടെ അടുത്ത് നേഹ കൃതികെന്ന് പറയാൻ പോയേ? സോറി കാവ്യ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, അറിയാതെ പറഞ്ഞതാ. നേഹ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കൃതികേട്ട എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ?